ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാരും കട്ട വെയിറ്റിംഗിലല്ലേ ഇന്ന് നമ്മുടെ ലാലേട്ടൻ വന്ന് പൊളിക്കും, ജാസ്മിനെ ഇങ്ങനെ വെറുത്ത് കോരി ഫ്രൈ ഒക്കെ ആയിട്ട് എടുക്കുന്നൊക്കെയുള്ള പ്രതീക്ഷയൊക്കെ വെച്ച് ആരെങ്കിലും ഉറക്കൊക്കെ ഇല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഒന്നും നടക്കാൻ പോണില്ല. അതൊക്കെ വെറും ഒരു സ്വപ്നം മാത്രം, നടക്കാൻ പോവാത്ത അങ്ങനെയുള്ള സ്വപ്നങ്ങളെ നമ്മളെന്ന് വിളിക്കാം ദിവാസ്വപ്നം. നിങ്ങളെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, സബ്ബടിക്കാത്തവരൊക്കെ സബ്ബടിക്കുക, ലൈക്ക് കമന്റ് ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോയുമായി വരാനായിട്ട് ഒരു ഊർജം കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഞാനും കണ്ടായിരുന്നു, നിങ്ങൾ കണ്ട ആ പ്രൊമോ വലിയ പ്രതീക്ഷയാ. എൻ്റെ പ്രതീക്ഷകളുടെ ഉയരം പറയുകയാണെന്നുണ്ടെങ്കിൽ എവറസ്റ്റ് അതുക്കും മേലെ വരും. പക്ഷെ ഒന്നും നടക്കില്ല. എനിക്ക് നല്ല അറിവൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, ആ സമയം വരെ നമുക്ക് പ്രതീക്ഷിക്കണേന് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ലാലേട്ടൻ വരുന്നുണ്ട്, ജാസ്മിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോളെ കാലൊക്കെ കയറ്റി അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ലട്ടാ, ഇതിനേക്കാളും കുറച്ചുകൂടി രൂക്ഷമായിട്ടാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ് മെല്ലോ ഡ്രാമയായി പോകുന്നുണ്ട്. കമ്മിങ് ബാക്ക് ടു വീഡിയോ. ആരെങ്കിലും വളരെ എക്സ്പെക്ടേഷനോട് കൂടി ഇരിക്കുന്നുണ്ട്, ലാലേട്ടൻ വന്ന് ജാസ്മിൻ ചെയ്ത കുറ്റങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് ജാസ്മിനായിട്ട് പണി കൊടുക്കുന്നു, അങ്ങനെയുള്ള ഒരു സ്വപ്നവും ആരും കാണണ്ട. ജാസ്മിനോട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ പോണില്ല. വീണ്ടും നമ്മുടെ ഹൈജീൻ്റെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് ജാസ്മിനെ ഒന്ന് നന്നായി ഉപദേശിച്ച് ലാലേട്ടൻ മടങ്ങും. അതിനേ ചാൻസ് ഉള്ളൂ. പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി ആരെങ്കിലും എവിക്ഷൻ പ്രക്രിയ ആ പരിപാടിയിൽ ആരെങ്കിലും ഔട്ടാകാനും ചാൻസ് ഉണ്ട്. അല്ലാതെ വേറെ പരിപാടികളൊന്നും ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. കുറേ കമൻസ് നമ്മൾ കണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ. കുറേ ആളുകൾക്ക് അതൃപ്തിയുണ്ട്. അപ്പം അത് കണ്ടിട്ട് ബിഗ് ബോസ് അണ്ണൻ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഒന്നും ആഡയില്ല. കാരണം ജാസ്മിനെയൊക്കെ അവിടെ ലാസ്റ്റ് ദിവസം വരെ പിടിച്ചു നിർത്തേണ്ടത് ബിഗ് ബോസ് അണ്ണന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം ഞാൻ പല ആളുകളും പറഞ്ഞു കേൾക്കുന്നു, ജാസ്മിൻ ബിഗ് ബോസ് അണ്ണൻ്റെ അങ്ങനെയല്ല, ജാസ്മിൻ്റെ മുത്തച്ഛനാണോ എന്തോ, അവർ തമ്മിൽ എന്തോ ഭയങ്കര ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അത് എന്താണ് ബന്ധം എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. പല ആളുകളും പലതും പറയുന്നുണ്ട്. സോ ഇന്ന് ലാലേട്ടൻ വന്ന് ജിൻഡോയെ ജാസ്മിൻ പറഞ്ഞ വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ്, കരിഞ്ഞ മത്സ്യകന്യകൻ, അതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കണം. അത് ലാലേട്ടൻ ചോദിച്ച് തക്കതായ ശിക്ഷ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സിബിൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റാൻ തന്നെ പറയും. ആ ഒരു കാര്യത്തിന് ലാലേട്ടൻ ഒരു കൊട്ട നിറച്ച് ശിക്ഷ കൊടുത്തെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും പബ്ലിക്കായി ഇങ്ങനെ ഒരു ഷോ നടക്കുമ്പോൾ അതില് ജിൻഡോയെ വളരെ മോശമായി ഇങ്ങനെ ഒരു പരാമർശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ആര് ചോദിക്കും? ഇത് നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ ലാലേട്ടന് പറഞ്ഞു കൊടുക്കോ ഇത് ചോദിക്കണമെന്ന്. കാരണം എല്ലാവരും പറയുന്നു ലാലേട്ടന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ലാലേട്ടൻ അവിടെ ഒന്ന് പറയണേന്ന്. അപ്പൊ ലാലേട്ടൻ്റെ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഇല്ലെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അറിയില്ല കേട്ടോ. അപ്പോൾ അത് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. അതുപോലെ ഗബ്രി ചെയ്ത പരാമർശം, ജിൻഡോനോട് കുനിഞ്ഞു നടക്കാനോ എന്ത് വൃത്തികെട്ട പരാമർശമാണ്, എന്ത് മോശമായ പരാമർശമാണ്. അപ്പൊ ഗബ്രി സോറി പറഞ്ഞ പിന്നെ അതുക്കും മേലെ ഒരു ശിക്ഷ ലാലേട്ടൻ കൊടുക്കില്ലേ? ലാലേട്ടൻ കൊടുക്ക്. അപ്പൊ സിബിനെ മാത്രം എടുത്തിട്ട് അലക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ടസ്റ്റൻസിനെയും ഒരാളെയും പൊക്കിപ്പിടിച്ച് ഇന്ന ആള് പുണ്യാളൻ രാജാവ് ഒന്നും നമ്മൾ പറയുന്നില്ല. തെറ്റ് ചെയ്ത തെറ്റാന്ന് പറയും. പക്ഷേ മറ്റ് കണ്ടസ്റ്റൻസിന് തെറ്റ് ചെയ്താലും ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഒരു ശിക്ഷയും മേടിക്കേണ്ട, നിങ്ങൾ സൂപ്പറാണ് അടിപൊളിയാണ് എന്ന് പറഞ്ഞു പൊക്കി പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർത്ത് തന്നെ സംസാരിക്കും. പല ആളുകളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ജാസ്മിനെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? കാരണം വൃത്തികേട് കാണിക്കുന്നതാണ് നമ്മൾ കൂടുതൽ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി സ്ഥിരമാണ് വൃത്തികേടാണ്. ഗബ്രി എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ പല സ്റ്റേറ്റ്മെന്റുകൾ മോശമായിട്ട്, നമുക്കറിയാം മോശമായ സ്റ്റേറ്റ്മെന്റുകൾ പറയുക മാത്രമല്ല, ഇപ്പൊ 2 ദിവസം മുമ്പ് അതാ ജയിലിൽ ഗബ്രി പോയി ജാസ്മിനെ വിസിറ്റ് ചെയ്യുന്നു, ഹഗ് ചെയ്യുന്നു. ഇതൊക്കെ അവിടെ അനുവദനീയമാണോ? ഈ വൃത്തികെട്ട പ്രകടനങ്ങൾ നടത്തുന്നതിനുള്ള പ്രതിഷേധം വേറെ. കാരണം ഇവർ ചെയ്യുന്ന ആക്റ്റും കാര്യങ്ങളൊക്കെ കുറെ കുട്ടികളും ആരിലൊക്കെ കാണുന്നുണ്ട്. കാടി ബീടിയും ഉമ്മ വെപ്പും കെട്ടിപ്പിടുത്തവും ഒരു ബെഡ്റൂമിന്റെ അകത്ത് കാണിക്കുന്ന എല്ലാ കോപ്പറാട്ടിത്തരങ്ങളും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷെ
ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് അതിൻ്റെതായ റൂളും കാര്യങ്ങളുണ്ട്. ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ആളുകൾക്ക് അതിൽ ഒരു പ്രത്യേക കൺസെഷനോ ഡിസ്കൗണ്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം റൂൾ ബുക്കോ ഒന്നും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് അനുവദിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നമ്മളെ ഓഡിയൻസ് ആരും അറിഞ്ഞിട്ടില്ല. സോ ഈ കാര്യങ്ങൾ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്. നിഷ്പക്ഷമായിട്ടാണ് ലാലേട്ടൻ ഇവിടെ വന്ന് ഓരോ കണ്ടസ്റ്റൻസിനോടും ഓരോ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ലാലേട്ടൻ ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്ന സ്ക്രിപ്റ്റഡ് പരിപാടി കൊണ്ടുവന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് കേട്ട് അതനുസരിച്ച് സെയിം കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ജിൻഡോനെ ഇത്രയ്ക്ക് മോശമായി ജാസ്മിൻ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ചിത്രീകരിച്ചപ്പോൾ ജിൻഡോ അതിന്റെ പേരിൽ ഒച്ചയെടുക്കാത്തത് കൊണ്ടാണോ? അതായത് ജാസ്മിൻ അവിടെ കിടന്ന് ജാസ്മിൻ തുള്ളിയ പോലെ ജിൻഡോനെ ഇത് ഷോണ്ണ അല്ലെങ്കിൽ കരിഞ്ഞ മത്സ്യകന്യകൻ എന്നൊക്കെ വിളിച്ചപ്പോ ജിൻഡോ പ്രതികരിക്കാത്തത് കൊണ്ടാണോ സത്യഭാമയുടെ പൊന്നുമകളായ ജാസ്മിനോട് ഇതൊന്നും ചോദിക്കാത്തത്? അതായത് ഈ കരയുന്ന പിള്ളേർക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ ജിൻഡോ അവിടെ കിടന്ന് കൂകി വിളിച്ച് ഒച്ചയെടുക്കണമായിരുന്നോ ജാസ്മിൻ കാണിക്കുന്നത് പോലെ? അപ്പോ ലാലേട്ടനോടാണെങ്കിലും ബിഗ് ബോസിനോടാണെങ്കിലും ഇത് കാണുന്ന ജനങ്ങളോടാണെങ്കിലും എനിക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. വലിയ പ്രത്യേകിച്ച് ലാലേട്ടൻ വന്ന് ജാസ്മിന് ശിക്ഷ കൊടുക്കുന്നോ അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്ത സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുന്നോ അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. ഇവരും ജാസ്മിനോട് എന്തെങ്കിലും പറയുമായിരിക്കാം. എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ ഭാഗ്യം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് വരും. ആരും സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.